നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കരളിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഹോം റെമഡീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നാച്ചുറൽ വേയ്സ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ എം ഡോക്ടർ ഫർസാന, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഫാത്തിമ ഹോമിയോ കെയർ. നമുക്കറിയാം നമ്മുടെ ലിവർ ഒരുപാട് വലിയ മേജർ റോള് തന്നെ നമ്മൾ നിർവഹിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ടോക്സിൻസിനെ എല്ലാം റിമൂവ് ചെയ്യുന്നതിനൊക്കെ നല്ലൊരു കർത്തവ്യം തന്നെ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ്, ലിവർ ഹെപ്പറ്റോമെഗാലി, ഇത്തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ അവിടെ നല്ല രീതിയിൽ നടക്കാതെ വരികയും നമ്മൾ കുറേ കാലം മുന്നേ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് സിറോസിസ് ഓഫ് ലിവർ എന്നുള്ള കണ്ടീഷനിലോട്ട് പോവുകയും ചെയ്യും. അതായത് ലിവർ ഡാമേജ് ചെയ്യാൻ കാരണമാവും. അപ്പോൾ ഇങ്ങനെ ലിവർ ഡാമേജ് ആവുന്ന അവസ്ഥയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്ന് ഉണ്ടാവുന്ന തടി കുറയുക, അതായത് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവുക. പിന്നെ അതുപോലെ നമ്മുടെ വയറിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്തായിട്ട് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുക, ഭക്ഷണത്തിനോടൊക്കെ ഒരു മടുപ്പ് തോന്നുക, ക്ഷീണം ഉണ്ടാവുക, കാലുകളിലൊക്കെ നീര് വരിക, അതുപോലെ കണ്ണിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ മഞ്ഞ നിറം കാണുക, മൂത്രത്തിൻ്റെ ആ ഒരു കളർ ഭയങ്കര ഡാർക്ക് യെല്ലോ ആയിട്ട് കാണുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ അത് കാണിച്ചു തുടങ്ങും. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ നാച്ചുറൽ മെത്തേഡ്സിലൂടെയാണ് നമുക്ക് കരളിനെ ശുദ്ധീകരിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരങ്ങ അല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നുണ്ട്. അതും കൊറിയാണ്ടർ ലീഫ്, ഫ്രഷ് ആയിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ബ്ലെൻഡറിലിട്ട് നന്നായി ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെറും വയറ്റിൽ കുടിക്കുന്നതാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസൊക്കെ പോകാനും അതുപോലെ ലിവറിൻ്റെ ഇൻഫ്ലമേഷനൊക്കെ കുറക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ള നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബീട്രൂട്ടും പാലക്കും തമ്മിലുള്ളൊരു ജ്യൂസാണ്. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലിടുക, എന്നിട്ട് ജ്യൂസാക്കി എടുക്കുക. അതും ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും കൂടി അതിൽ ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ജ്യൂസാക്കി എടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു റോ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ടും പാലക്കൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് അതും ഇതുപോലെ ഒരു 2-3 ദിവസം, ആഴ്ചയിൽ 2-3 ദിവസം വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ബീട്രൂട്ടിലും പാലക്കിലും ഒക്കെ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ബി കോംപ്ലക്സ്, മൾട്ടി വിറ്റമിൻസ് ഒരുപാടുണ്ട്. അത് നമ്മുടെ ഹിമോഗ്ലോബിനെ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള കൂടി നിൽക്കുന്ന ബിലിറൂബിൻ്റെ അളവ് കുറക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നെല്ലിക്കയും അതുപോലെ തന്നെ ക്യാരറ്റും തമ്മിലുള്ളൊരു ജ്യൂസാണ് പറയുന്നത്. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള എടുത്തിട്ട് എന്താ പറയുക ജ്യൂസാക്കി എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കുറച്ച് കല്ലുപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ദിവസവും നമ്മൾ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതുപോലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് എന്താ പറയുക, വിറ്റാമിൻ സി വളരെയധികം റിച്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലിവറിൻ്റെ ഇൻഫ്ലമേറ്ററി ആ ഒരു കണ്ടീഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ.